എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉഴുന്നുവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നും 2 ടേബിൾ സ്പൂൺ ഇഡ്ഡലി റൈസും കൂടി നന്നായിട്ട് കഴുകി ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി റൈസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പച്ചരിയായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം കളഞ്ഞതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉഴുന്നും അരിയും കുതിർത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക കേട്ടോ. കാരണം നിങ്ങൾ അരച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിൽ കുറച്ച് നേരം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. കുരുമുളക് മുഴുവനായിട്ട് ഇടരുത്, അപ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. നന്നായിട്ട് ചതച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ അളവ് കൂടുണ്ട്, അപ്പോൾ വേറൊരു ടേസ്റ്റായി പോവും. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളിയോ അല്ലെങ്കിൽ പച്ചമുളക് വേറെ അരിഞ്ഞതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉഴുന്നുവടയ്ക്കുള്ള മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഉഴുന്നുവടയാക്കി എടുക്കാം. അപ്പോൾ ഈ ഉഴുന്നുവട റെഡിയാക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഇതിൻ്റെ ഷേപ്പ് ശരിക്കും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കുക. വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയോ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് ഈ കവറിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചൂണ്ടാണി വിരലിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൽ ഒരു ഹോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇത് ഇങ്ങനെയൊക്കെ മാറ്റുക. എന്നിട്ട് നമുക്കിതിങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് കവറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വാഴയിലയിലും ചെയ്തെടുക്കാം കേട്ടോ. വാഴയിലായിരിക്കും കൂടുതലും നല്ലത്. ഇവിടെ ഇപ്പോൾ അത് കിട്ടാൻ ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്നുവട ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കവറുണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നടുക്ക് ഇതേപോലെ ഒന്ന് ഹോൾട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കയ്യിലേക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിത് ഒത്തിരി അങ്ങോട്ട് കളറ് മാറ്റിയെടുക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇട്ടിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഞാനപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ഉഴുന്നുവടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉഴുന്നുവടയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്